ലേക്ക് സ്വാഗതം. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതിനു ശേഷം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 84 നിയമ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് പാത്രമായിട്ടുള്ള ഒരു വകുപ്പാണ്. സെക്ഷൻ 84 പരാമർശിക്കുന്നത് എൻഡേസിംഗ് ഓർ ടേക്കിംഗ് അവേ ഓർ ഡീറ്റെയിനിങ് വിത്ത് ക്രിമിനൽ ഇന്റന്റ് എ മാരീഡ് വുമൺ എന്നാണ്. അതായത് നിയമപരമായി വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ ഡീറ്റെയിൻ ചെയ്യുകയോ കടത്തിക്കൊണ്ടുപോവുകയോ വശീകരിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ക്രിമിനൽ ഇന്റന്റോടുകൂടി വശീകരിക്കുകയോ ചെയ്യുന്ന എല്ലാത്തരം ആക്ടുകളും പരാതി ലഭിച്ചാൽ 2 വർഷം വരെ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഒഫൻസാണ്. എന്നാൽ ഈ സെക്ഷൻ 84 ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 497മായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 497 പരാമർശിക്കുന്നത് അഡൽട്ടറി സംബന്ധിച്ചാണ്. നിയമപരമായി വിവാഹിതയായിട്ടുള്ള സ്ത്രീയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തെയാണ് സെക്ഷൻ 497 ചർച്ച ചെയ്തിരുന്നത്. ഇത് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 497 പ്രകാരം ഈ കുറ്റകരമായിട്ടുള്ള ഒഫൻസിൽ ഇൻവോൾവ് ആവുന്ന വ്യക്തികൾക്ക് 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമായിരുന്നു. എന്നാൽ 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സെക്ഷൻ 497 അതായത് അഡൽട്ടറി ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണെന്നും എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് 497 കുറ്റകരമായിട്ടുള്ള ഒരു ഒഫൻസ് അല്ലെന്നും മറിച്ച് ഡിവോഴ്സ് കേസുകളിൽ ഇതൊരു പ്രധാനപ്പെട്ട ഗ്രൗണ്ട് ആണെന്നും മാത്രം പരാമർശിച്ചുകൊണ്ട് 497 റിവോക്ക് ചെയ്യപ്പെടുകയുണ്ടായി. ആ 497 ഈ ഭാരതീയ ന്യായ സംഹിതയുടെ ഭാഗമായിട്ട് കടന്നു വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് നിയമമേഖലയിലെ ചില ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. എന്നാൽ 497 സെക്ഷൻ 84 തമ്മിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ലോ ടുഡേയുടെ അഭിപ്രായം. സെക്ഷൻ 84 പ്രകാരം കടത്തിക്കൊണ്ടുപോവുക, വശീകരിക്കുക, തടങ്കൽ വെക്കുക ഇതെല്ലാം ഒരു ക്രിമിനൽ ഇന്റൻഷന്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ സെക്ഷൻ 84 പ്രകാരം പണിഷബിൾ ആണ് എന്നുള്ളതാണ് പുതിയ നിയമപ്രകാരമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ. ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺ ലോ ടുഡേ.